ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ഒന്നിനു പുറകെ ഒന്നായി ആസൂത്രിതമായി ഒരു കലാപത്തിനുള്ള സാധ്യത നമ്മുടെ രാജ്യം മുഴുവൻ പടർത്താനുള്ള നീക്കമാണ് ആരൊക്കെയോ ശ്രമിക്കുന്നത് എന്നാണ് നമുക്ക് പല മാധ്യമ റിപ്പോർട്ടുകളിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഇത് വെറുതെ ഒരു മന്തിയുടെ ചിത്രം വന്നതുകൊണ്ട്, അതായത് ഉണ്ണിക്കണ്ണൻ, മന്തി ഉണ്ണുന്ന ഉണ്ണിക്കണ്ണന്റെ ചിത്രം വന്നതുകൊണ്ട് നമ്മൾ ലഘൂകരിക്കേണ്ട ഒരു വിഷയമല്ല. പല ആൾക്കാരും ഇതിനെ അത് അവർക്ക് പറ്റിയ ഒരു തെറ്റാണ്, നിങ്ങൾ വിചാരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവർ ബിസിനസ് ചെയ്യുന്ന മനുഷ്യന്മാരാണ്. ബിസിനസ് ചെയ്യുന്ന മനുഷ്യന്മാർ ഒരിക്കലും ഇത്തരത്തിലുള്ള വിവാദങ്ങളിൽ പോയി പെടില്ല, അത് അവരുടെ ബിസിനസ്സിനെ ബാധിക്കും എന്നൊക്കെ പല ആൾക്കാരും പറയുന്നുണ്ട്. അവരുടെ മാർക്കറ്റിംഗ് തന്ത്രമാണിത് പല ആൾക്കാരും പറയുന്നുണ്ടെങ്കിലും ഇത് ആസൂത്രിതമായിട്ടുള്ള വിഷയമല്ല. കാരണം നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരത്തിലുള്ള മന്തി പോസ്റ്ററുകൾ, അതായത് ഉണ്ണിക്കണ്ണൻ മന്തി ഉണ്ണുന്ന പോസ്റ്ററുകൾ പല ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. അപ്പോ അത് ഒരേ സമയമാണ് വന്നതെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ സമൂഹത്തിൽ വേർതിരിവ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിട്ടുണ്ട്. നിഷ്പക്ഷരായിട്ടുള്ള ഹിന്ദുക്കൾ വല്ലാതെ വിഷമിക്കുകയും, എന്നാൽ പൊളിറ്റിക്സ് ഉള്ള ഹിന്ദുക്കൾ, അതായത് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പൊളിറ്റിക്സ് പ്രോ ഇസ്ലാമിക് ആണ്. പ്രോ ഇസ്ലാമിക് ആയിട്ടുള്ള പൊളിറ്റിക്സ് ഉള്ള ഹിന്ദുക്കൾ അവർ ഉണ്ണിക്കണ്ണൻ മന്തി ഉണ്ണുന്നതിൽ എന്താണ് കുഴപ്പം, വിഷുസദ്യയിൽ ഇത് ചിക്കൻ വെക്കാറില്ലേ എന്ന് പറയുന്നുണ്ട്. പല ബാബമാരും നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ പല ബാബമാരും ഇറങ്ങിയിട്ടുണ്ട്. അവർ ദളിത് പൊളിറ്റിക്സ് പറയാൻ തുടങ്ങിയിരിക്കുകയാണ്. എന്റെ കൃഷ്ണൻ മന്തി ഉണ്ണും, അതിന് എന്താണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് പല ആൾക്കാരും രംഗത്തെത്തിയിട്ട് അങ്ങനെ വലിയ ഒരു വേർതിരിവ് പല ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. ഈ വേർതിരിവ് ഉണ്ടാവാനുള്ള കാരണം നമുക്ക് കൃത്യമായിട്ടുള്ള മതപഠനം ഇല്ലാത്തത് കൊണ്ടാണ് ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം പറയാനുള്ളത്, ഇത് കേരളത്തിൽ മാത്രം നടന്ന സംഭവമല്ല. ബംഗളൂരുവിലും ഇപ്പോൾ സമാനമായിട്ടുള്ള ഒരു കലാപത്തിനുള്ള സാധ്യത ഉയർന്നു വരുന്നുണ്ട്. അവിടെയും ഇതുപോലൊരു പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ട്. അവിടെ ഇതുപോലെ അത് രാജ്യവ്യാപകമായി ഒരു പോസ്റ്റർ പ്രചരിപ്പിക്കാനുള്ള ഒരു പരിപാടിയാണെന്നാണ് തോന്നുന്നത്. അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി രണ്ടാമത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ലെൻസ് കാർട്ടിൽ ഇതേ സമയം നടന്ന വേറൊരു വിഷയം ഇപ്പോൾ രാജ്യത്ത് വലിയ രീതിയിൽ വിഷയമായിട്ട് വരുന്നുണ്ട്. കാരണം ലെൻസ് കാർട്ടിൽ എത്തുന്ന ഹൈന്ദവരായിട്ടുള്ള സ്ത്രീകൾ അവർ സിന്ദൂരം ധരിക്കാൻ പാടില്ല, പുരുഷന്മാർ കയ്യിൽ ചരട് ധരിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള വലിയ തിട്ടൂരങ്ങൾ ലെൻസ് കാർട്ട് ഇറക്കുന്നുണ്ട്. ഈ സംഭവം പുറത്തറിഞ്ഞതോടുകൂടി വലിയ വിവാദമായി മാറുകയും ഇതിന്റെ ലെൻസ് കാർട്ടിന്റെ ഉടമ തന്നെ നേരിട്ട് രംഗത്തെത്തി മാപ്പ് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ രേഖ ഞങ്ങളുടെ നിലവിലെ നിർദ്ദേശങ്ങളെ പ്രതിഫലിപ്പിക്കുന്നില്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ബിന്ദി, തിലകം എന്നിവയുൾപ്പെടെ ഒരു തരത്തിലുള്ള മതപരമായിട്ടുള്ള ആവിഷ്കാരത്തിനും ഞങ്ങളുടെ നയത്തിന് നിയന്ത്രണങ്ങളൊന്നുമില്ല. ബെൻസാൾ സ്ഥാപന മേധാവി ബെൻസാളാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇത് ബെൻസാൾ പറഞ്ഞു കഴിഞ്ഞ ശേഷം ബജ്രംഗദൾ പ്രവർത്തകർ അവിടെ എത്തുന്ന എല്ലാ ആൾക്കാർക്കും ബിന്ദി അണിയിച്ചു കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അപ്പൊ ഇത് രണ്ടാമത്തെ വിഷയം. മൂന്നാമത്തെ വിഷയമാണ് TCSന്റെ വിഷയം. അപ്പൊ രാജ്യമെമ്പാടും ഒരു സമയം പല ഭാഗങ്ങളിലായി പല വിഷയങ്ങൾ ഇത്തരത്തിൽ പൊട്ടിപ്പുറപ്പെടുന്നു. ഇതൊരു ഒരു കോപ്പുകൂട്ടലല്ലാതെ മറ്റെന്താണെന്നാണ് പല ആൾക്കാരും ചോദിക്കുന്നത്. നമുക്ക് ലെൻസ് കാർട്ടിൽ സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഈ രാജ്യവ്യാപകമായി TCSലെ ഉൾപ്പെടെയുള്ള സംഭവം വിദേശത്ത് നിന്നും വലിയ രീതിയിൽ തന്നെ ഈ ഹിന്ദു മതത്തിനെ തകർക്കുക എന്ന ലക്ഷ്യവുമായി തന്നെ വലിയ രീതിയിൽ ഫണ്ട് എത്തുന്നു എന്നുള്ള ഒരു പ്രചരണം കഴിഞ്ഞ കുറെ നാളായിട്ട് ഈ രാജ്യത്തുണ്ട്. ക്രിസ്ത്യൻ മിഷണറിമാർക്ക് പണം എത്തുന്നുണ്ട്. അത് മതപരിവർത്തനത്തിനാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇതേപോലെ തന്നെ ഇസ്ലാം മതത്തിന്റെ പ്രചാരണത്തിന് വേണ്ടിയിട്ടും ഹിന്ദു മതത്തിൽ ക്ഷയിച്ചാൽ മാത്രമേ മറ്റൊരു മതം വളരുകയുള്ളൂ. അപ്പൊ അത്തരത്തിൽ വേണ്ടി വലിയ രീതിയിൽ തന്നെ വൻകിട സ്ഥാപനങ്ങൾക്ക് വലിയ രീതിയിൽ പല രീതിയിലാണ് ഈ ഫണ്ട് എത്തുന്നതെന്ന്, അതായത് ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് മറ്റു രീതിയിലൊക്കെ പല സ്ഥാപനങ്ങൾക്ക് ഫണ്ട് എത്താറുണ്ട്. അപ്പോൾ ആ ഫണ്ടുകൾ ഇങ്ങനെ വരുന്ന ചില സ്ഥാപനങ്ങൾ ഇത്തരം രീതിയിൽ പെരുമാറാറുണ്ട്. ഇത് ആദ്യത്തെ ഒരു സംഭവമല്ല. ഈ ലെൻസ് കാർട്ടിന്റെ വിഷയം തന്നെ എടുക്കാം. ലെൻസ് കാർട്ട് പീയൂഷ് ബൻസാൽ എന്ന് പറയുന്ന ഒരു ഹിന്ദുവിന്റെ സ്ഥാപനമാണ്. അദ്ദേഹത്തിന് ഈ ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റിലും യൂറോപ്പിലും ഒക്കെ ആയിട്ട് 12,500 സ്റ്റോറുകളുണ്ട്, ഈ കണ്ണടയുടെ സ്റ്റോറുകളുണ്ട്. അവിടെ കഴിഞ്ഞ ദിവസം ഒരു സർക്കുലർ വരുന്നു. ആ സർക്കുലറിൽ പറയുന്നു, ഈ കടയിലെ ഹിന്ദു ജീവനക്കാർ, അതാണായാലും പെണ്ണായാലും, തിലകമണിയാൻ പാടില്ല, മംഗൾസൂത്രം അണിയാൻ പാടില്ല. മംഗൾസൂത്രം എന്ന് പറഞ്ഞാൽ താലിമാലയ്ക്കാണ് പറയുന്നത്, താലി അതണിയാൻ പാടില്ല. കയ്യിൽ ചരട് കെട്ടാൻ പാടില്ല, തിലകമണിയാൻ പാടില്ല. നമുക്കറിയാം, ഹിന്ദു സ്ത്രീകൾ വിവാഹം കഴിച്ചാൽ അവരുടെ നെറ്റിക്ക് ഒരു സിന്ദൂര തിലകം ഉണ്ടാകും. അത് പറ്റില്ല. അങ്ങനെയൊക്കെയുള്ള കുറെ അധികം നിർദ്ദേശങ്ങളാണ്. അതിനോടൊപ്പം തന്നെ അവർ പറയുന്നു, മുസ്ലിം ജീവനക്കാർക്ക് ഹിജാബ് ധരിക്കുന്നതിൽ തെറ്റില്ല. രണ്ടാമത്തെ കാര്യം, പുരുഷന്മാരാണ് തൊപ്പി ധരിക്കുന്നത് തെറ്റില്ല. നമുക്കിപ്പോ ഒരു നിയമം ഒരിടത്ത് കൊണ്ടുവരുമ്പോൾ നമ്മുടെ സ്കൂളുകളിലും പോലീസിലുമൊക്കെ യൂണിഫോം ആണ് വെച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ യൂണിഫോം? ഇവിടെ മതത്തിന്റെയോ ജാതിയുടെയോ പേരിൽ അവരെ തിരിച്ചറിയപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂണിഫോം കൊണ്ടുവരുന്നത്. ഒരു സ്ഥാപനങ്ങളിൽ യൂണിഫോം കൊണ്ടുവരാം, പക്ഷെ യൂണിഫോമിനകത്ത് വേർതിരിവ് കാണിക്കാൻ പറ്റില്ല. അതായത് പന്തിയിൽ പക്ഷാഭേദം പാടില്ല എന്ന് പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ. ഇതോടുകൂടി തന്നെ ഈ വിഷയം വലിയ ചർച്ചയായി മാറുകയും രാജ്യമെമ്പാടും വിശ്വഹിന്ദു പരിഷത്തും ബജരംഗളും ദളും അടക്കമുള്ള സംഘടന പ്രതിഷേധമായി എത്തുകയും അവർ ഈ ലെൻസ് കാർട്ടിന്റെ പല കടകളിൽ കയറുകയും ആ കടകളിൽ ഉള്ള ഹിന്ദു ജീവനക്കാർക്ക്
ഹിന്ദു ജീവനക്കാരാണോ എന്ന് ചോദിച്ചതിന് ശേഷം ഞങ്ങൾ നിങ്ങളെ ഒരു ബന്ദി അണിയിച്ചോട്ടെ ഇല്ലെങ്കിൽ ഒരു തിലകം ചാർത്തിക്കോട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് ഇവർ തിലകം ചാർത്തുന്ന അനവധി വീഡിയോകൾ പുറത്തു വന്നു. ഇതോടുകൂടി ഈ വിഷയം രാജ്യവ്യാപകമായി കത്തുകയും ഈ പറയുന്ന ലെൻസ്കാർട്ട് എന്ന കടയിലേക്ക് വലിയ രീതിയിൽ ഹൈന്ദവ പ്രതിഷേധം സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല നേരിട്ട് എത്തുകയുണ്ടായി. പ്രതിഷേധം എന്ന് പറഞ്ഞാൽ കടയിലേക്ക് കസ്റ്റമർ വരാതായി. കാരണം അവർ പറയുന്ന ഒരു കാര്യം, ഹിന്ദുവിന്റെ പണം വാങ്ങിക്കൊണ്ട് ഹിന്ദുവിന്റെ കച്ചവടമാണ് നിങ്ങൾക്ക് ഈ രാജ്യത്ത് കൂടുതൽ കിട്ടുന്നത്, അപ്പോൾ ഞങ്ങളെ ഇല്ലാതാക്കാനുള്ള ശ്രമം ഇനി വേണ്ട എന്ന്. ഏതായാലും കച്ചവടം 3-4 ദിവസം, കുറച്ച് ദിവസമായി ഈ പരിപാടി തുടങ്ങിയിട്ട് 3-4 ദിവസമായിട്ട് കച്ചവടം പൂട്ടപ്പെട്ടു. കച്ചവടം കുറഞ്ഞു തുടങ്ങി, പെട്ടെന്ന് ഡൗൺ ആയി. കാരണം ഈ രാജ്യത്ത് ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ ഹിന്ദുക്കൾ പ്രതികരിക്കാൻ തുടങ്ങി. ഞാനൊരു ഉദാഹരണം പറയാം ധനുഷ്. 1981-ലോ 2-ലോ, അത് 80-കളിൽ എന്ന് നമുക്ക് പറയാം, 1980-കളിൽ ഈ നമ്മുടെ കേരളത്തിൽ അന്നേരം നമുക്ക് വലിയ മതേതരത്വം ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനമാണ്. നമ്മുടെ ആ സമയങ്ങളിലൊക്കെ ആലപ്പുഴയിൽ ഒരു നബിദിന ഘോഷയാത്ര നടക്കുന്നു. ആ ഘോഷയാത്രക്കിടയിലേക്ക് ഒരു പോലീസ് ജീപ്പ് കയറുന്നു. അതിന്റെ പേരിൽ അവിടെ ഒരു വലിയ സംഘർഷം നടക്കുന്നു. അത് പിന്നീട് സംസ്ഥാനത്ത് പലയിടത്തായിട്ട് വലിയ കലാപമായി മാറുന്നു. ഒടുവിൽ അത് തിരുവനന്തപുരത്തെത്തി ചാലക്കമ്പോളത്തിൽ കത്തിക്കുന്ന രീതിയിലേക്ക് അത് മാറി. അതിലൊരാൾ കൊല്ലപ്പെട്ടു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഞാനൊക്കെ അന്ന് ചെറുതാണ്, വളരെ ചെറുതാണ്, സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടമാണ്. കത്തിച്ചു പോകുന്നു. ഇതോടുകൂടി അവിടുത്തെ ഹൈന്ദവ പ്രതിഷേധം വലിയ രീതിയിൽ വരികയും വലിയ തിരിച്ചടികൾ അവിടെ നടക്കുകയും ചെയ്തു. അന്ന് ശ്രീമാൻ കെ കരുണാകരൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന സമയമാണ്. വലിയ തിരിച്ചടികൾ തന്നെ. ഒരുപക്ഷെ കേരളത്തിൽ RSSന്റെ ഒരു ശക്തി തിരുവനന്തപുരത്ത് ഉണ്ട് എന്നുള്ളതിന്റെ ഉണ്ടാകാനുള്ള ഒരു ബേസ് അടിത്തറയേറ്റ ഒന്നായിരുന്നു ചാലക്കമ്പോളത്തിൽ നടന്നത്. കാരണം അതിനു മാത്രം അവിടുത്തെ ഹൈന്ദവ വിശ്വാസികളുടെ കടകൾ തെരഞ്ഞുപിടിച്ച് കത്തിക്കുകയായിരുന്നു. ആ ഒരു രീതിയിലേക്കായിരുന്നു ആ കലാപം പോയത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ വലിയ തിരിച്ചടി വന്നു. അതായത് അതുവരെ മിണ്ടാതിരുന്ന സഹിഷ്ണുതയോടിരുന്ന ഹിന്ദു പ്രതികരിക്കാൻ ആരംഭിച്ചു. കാരണം നമ്മൾ എല്ലായിടത്തും ഉള്ളതാണല്ലോ, എപ്പോഴും സഹിഷ്ണുതയോടുകൂടി ഒരു സമൂഹവും ഇരിക്കില്ല. നമ്മൾ മാക്സിമം അങ്ങോട്ടേക്ക് അറ്റാക്ക് ചെയ്യുമ്പോൾ അവർ പ്രതിരോധിക്കാൻ തുടങ്ങുന്ന സമയം വരും. ആ പ്രതിരോധമാണ് നമ്മൾ 1980-കളിൽ നമ്മൾ ഈ കേരളത്തിൽ കണ്ടത്. അതിനുശേഷം തിരുവനന്തപുരത്ത് തന്നെ പൂന്തുറ കലാപം ഉണ്ടായി. പിന്നീട് നമ്മൾ കണ്ടു മാറാട് കലാപം ഉണ്ടായി. അതൊക്കെ ഈ പ്രബുദ്ധമായ കേരളത്തിലാണ് ഉണ്ടായത്. അപ്പോൾ ഇപ്പോൾ ആ ഒരു കാലഘട്ടമല്ല. ഇപ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടി ദേശീയ ബോധമുള്ള, ഇല്ലെങ്കിൽ സ്വന്തം മതത്തോട് കൂറും ബോധവുമുള്ള ഒരു ഹൈന്ദവ ശക്തി ഈ രാജ്യത്ത് വലിയ രീതിയിൽ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. പഴയതുപോലെ മതേതരത്വം മാറ്റണമെന്ന് പറയുന്നവരുടെ, ഭരണഘടനയിൽ നിന്ന് മതേതരത്വം എന്നുള്ള വാക്ക് എടുത്തു കളയണം, അത് ഇന്ദിരാഗാന്ധി കൂട്ടിച്ചേർത്ത വാക്കാണ് എന്ന് പറയുന്നവരുടെ എണ്ണം അനുദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ വീണ്ടും പഴയ നമ്പരുമായിട്ട് വരുമ്പോൾ പ്രതികരണം വളരെ ഫാസ്റ്റ് ആയിരിക്കും. കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ലെൻസ്കാർട്ട് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കണ്ണാടി മേടിക്കാനായി തിരഞ്ഞെടുക്കുന്ന ഒരു കടയാണ്. ഓൺലൈനിൽ കച്ചവടമുണ്ട്, നേരിട്ടുമുണ്ട് അവർക്ക്. അപ്പം അങ്ങനെയുള്ളൊരു സ്ഥാപനം പറയുകയാണ് ഹിന്ദുക്കളൊക്കെ ഇങ്ങനെയുള്ള ഹിന്ദുക്കളുടെ കച്ചവടം വേണമെന്ന് ആരെങ്കിലും പറയാറുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഹിന്ദുക്കളുടെ പണം വാങ്ങി ഹിന്ദുക്കൾക്കെതിരെ തന്നെ തിരിയുന്ന ആ പ്രക്രിയക്ക് ഈ രാജ്യത്തിന് വലിയ വേരോട്ടം ഉണ്ടായി. അതാണ് ലെൻസ്കാർട്ട് നമുക്ക് കാട്ടിത്തരുന്നത്. ഏതായാലും അതിന്റെ ഉടമ വന്ന് മാപ്പ് പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ പഴയ ഒരു സർക്കുലറാണ് പ്രചരിച്ചിരുന്നത്, പുതിയ സർക്കുലറിൽ അങ്ങനെയൊന്നുമല്ല എന്ന് പറഞ്ഞ് പുതിയ സർക്കുലർ അദ്ദേഹം ഇട്ടു. പക്ഷെ അവിടെ കൊണ്ട് പ്രതിഷേധം തീർന്നിട്ടില്ല. ഇപ്പോഴും ആ പ്രതിഷേധക്കാർ പറയുന്നത്, നിങ്ങൾ മാപ്പ് പറയൂ, മാപ്പ് പറഞ്ഞിട്ട് നമുക്ക് ബാക്കി തുടങ്ങാം. നിങ്ങൾ മാപ്പ് പറയുന്നില്ല. ഇവര് പറയുന്നത് സർക്കുലറിന്റെ കുഴപ്പമാണ്. എന്നിട്ട് അവർ പറയുന്ന ഒരു കാര്യം, പൊതിഞ്ഞു കെട്ടിയ ഒരു മാപ്പാണ് അവർ പറയുന്നത്. ഞങ്ങൾ അങ്ങനെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സംശയം ചോദിച്ചോട്ടെ. അതായത് ഈ ഒരു സമയത്ത് ഈ നമ്മുടെ ഈ TCS വിവാദം വരുന്നു, അത് ഓരോ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലാണ് വരുന്നത്. പിന്നെ ഇപ്പൊ ലെൻസ്കാർട്ടിൽ വിവാദം വരുന്നു, ഇപ്പൊ നമ്മുടെ ഈ മന്തി ഉണ്ണുന്ന കൃഷ്ണന്റെ ഈ വിവാദം വരുന്നു. അപ്പോൾ ഈ രാജ്യത്തിനകത്ത് ഈ കലാപം ഉണ്ടാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കലാപം ഉണ്ടായി കഴിഞ്ഞാൽ അറിയാലോ, അത് സർക്കാരിനെയാണ് എല്ലാവരും കുറ്റപ്പെടുത്തുക. സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ പെട്ടെന്ന് സാധിക്കും. ഒരുപാട് നാളായിട്ട് ഒരുപാട് ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതിപ്പോ പുറത്തുനിന്ന് എന്തായാലും ശ്രമം നടക്കാനായിട്ടൊരു സാധ്യതയില്ല. കാരണം പുറത്തുനിന്ന് വരില്ല, ഉറപ്പായിട്ടും വരില്ല എന്ന് നമുക്ക് 100% അറിയാം. അതിനുള്ള എല്ലാ പഴുതുകളും കേന്ദ്ര സർക്കാർ അടച്ചു കഴിഞ്ഞു. പക്ഷേ എൻ്റെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ, നമ്മുടെ രാജ്യത്ത് ഒരു കുറച്ച് ദിവസമായിട്ട് സുപ്രധാനമായിട്ടുള്ള കുറേ ചർച്ചകളിലൂടെ കടന്നു പോകുന്നു. ഇലക്ഷൻ സമയമാണ്. അതിലൊരു ചർച്ചയാണ് ഈ FCRA നിയമം എന്ന് പറയുന്നത്. ഈ FCRA നിയമം പല ആൾക്കാരെയും വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്, വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. നമ്മളറിയാത്ത ഒരുപാട് വശങ്ങൾ ഇതിൽ ഒരുപാട് ആൾക്കാർക്കുണ്ട്. ഒരുപാട് സംഘടനകൾ നേരിട്ട് രംഗത്തെത്തുന്നു. അതിൽ ക്രിസ്ത്യൻ സംഘടനകളുണ്ട്. ഞാൻ ക്രിസ്ത്യൻ സംഘടനകളെ കുറ്റം പറയുന്നില്ല, അവരുടെ ആവലാതികൾ പരിഹരിക്കപ്പെടേണ്ടതാണ്, ന്യായമാണെങ്കിൽ. രണ്ടാമത്തെ കാര്യം, ചില സംഘടനകളൊന്നും രംഗത്തെത്തുന്നില്ല. കാരണം ഇവർക്ക് എത്താൻ കഴിയില്ല. ഇവരെന്തിനാണ് പൈസ കൊണ്ടുവരുന്നത്? ആ പൈസ കൊണ്ടുവരുന്നത് നിന്നു. ആ ഒരു FCRA നിയമം എന്ന് ഭേദഗതി ചെയ്യാനായിട്ട് കേന്ദ്ര സർക്കാർ തുടങ്ങിയോ അന്ന് മുതലാണ് നമ്മുടെ രാജ്യത്തുള്ള പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിൽ പല ഭാഗത്തു നിന്നായിട്ട് ഇത്തരത്തിലുള്ള കലാപത്തിനുള്ള ശ്രമങ്ങൾ പല ഭാഗത്തും പൊട്ടിപ്പുറപ്പെട്ടു. ഇതിന് അതുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം കാണും. നമ്മൾ ഇത് ഓരോന്നായിട്ട് എടുത്ത് ചർച്ച ചെയ്തിട്ട് അത് ഒറ്റപ്പെട്ട സംഭവം TCS അങ്ങനെ ആയിക്കോട്ടെ, ലെൻസ്കാർട്ടിൽ ഇങ്ങനെയാണ് എന്ന് നമ്മൾ ഇതിനെ കണ്ടിട്ട് കാര്യമില്ല എന്ന് എനിക്കൊരു തോന്നലുണ്ട്. അത് ശരിയാണോ? വളരെ കറക്റ്റാണ്. അത് FCRA അല്ല, അതിന് മുമ്പ് കട്ടിംഗ് സൗത്ത് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കഴിഞ്ഞ 2ാം മോദി സർക്കാരിന്റെ കാലത്ത് കർണാടകയിൽ ഒരു മലയാളി മാധ്യമ പ്രവർത്തകയെ അടക്കം
ഇന്ത്യയിലെ 44 മാധ്യമ പുങ്കവന്മാർ, അതിൽ മലയാളത്തിലെ പ്രമുഖ മാധ്യമങ്ങളും ഒക്കെ ഉണ്ട്, അതിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവര് കട്ടിംഗ് സൗത്ത് എന്ന് പറഞ്ഞൊരു സമ്മേളനം നടത്തുന്നു. ദക്ഷിണേന്ത്യ വിഘടിച്ച് ഒരു രാജ്യമായി മാറുക, ഇതാണ് അവരുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് വലിയ രീതിയിൽ തന്നെ LTT ഉണ്ട്, അതിൽ ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ വിദേശത്ത് നിന്ന് വരുന്ന ഫണ്ടുകൾ, ഇതെല്ലാം വലിയ രീതിയിൽ തന്നെ, ഇതിൽ സോറോസസ് എന്ന് പറയുന്ന വിദ്വാനും കൂടി വലിയ രീതിയിൽ ഫണ്ട് മുടക്കിയിരുന്നു. കാരണം പുള്ളിക്ക് ഇന്ത്യ തകർക്കുക എന്നുള്ളത്, അതായത് തീവ്ര ക്രിസ്ത്യൻ ജിഹാദി പ്ലസ് ഇന്ത്യയിലുള്ള കമ്മി എന്ന് പറയുമ്പോൾ ഈ നക്സൽ പോലത്തെ കമ്മ്യൂണിസ്റ്റുകൾ, മാധ്യമങ്ങൾ, ഇവരെല്ലാം കൂടെ ചേർന്ന് ഈ ഫണ്ട് വാങ്ങിക്കൊണ്ട് കട്ടിംഗ് സൗത്തിന് വേണ്ടി പ്രവർത്തനം നടത്തിയിരുന്നു. പിന്നെ അതിനോടൊപ്പം തന്നെ അവർ കട്ടിംഗ് സൗത്തിന്റെ അത് പെട്ടെന്ന് തന്നെ പിടിവീണു, അന്വേഷണം വന്നു, മണി ലോണ്ടറിങ് അതിൽ നടന്നിട്ടുണ്ടെന്ന് വന്നു, കുറെ മാധ്യമങ്ങൾ കൂട്ടിക്കെട്ടിപ്പോയി. അങ്ങനെ അതിന്റെ കേസ് അന്വേഷണം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു. ആ ഇടയ്ക്ക് തന്നെ മറ്റൊരു കാര്യം കൂടി ഈ രാജ്യത്ത് സംഭവിക്കുകയുണ്ടായി. അതായത് ഈ രീതിയിൽ എന്തായാലും ഈ സർക്കാരിനെ മറിച്ചിടാനോ ഇല്ലെങ്കിൽ ഈ രാജ്യത്ത് തങ്ങൾക്ക് വളരാനോ കഴിയില്ല എന്ന് മനസ്സിലാക്കി അവർ പതുക്കെ അവരുടെ പഴയ പാറ്റേൺ പുറത്തെടുക്കാൻ തുടങ്ങി. അതായത് ഹിന്ദു മതത്തെ നശിപ്പിക്കുക, ആചാരങ്ങൾ നശിപ്പിക്കുക, അവരെ ഇല്ലാതാക്കുക. കാരണം ഹിന്ദുവിന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഈ സ്ത്രീകൾ അണിയുന്ന ഈ തിലകവും, നെറ്റിയിൽ ചാർത്തുന്ന തിലകവും, കയ്യിൽ കെട്ടുന്ന ചരടുമൊക്കെ അവരുടെ ഐഡന്റിറ്റിയുടെ ഭാഗമാണ്. അതായത് മുസ്ലിങ്ങൾക്ക് തൊപ്പി വെക്കുന്നത് പോലെയോ ഇല്ലെങ്കിൽ താടി വെക്കുന്നത് പോലെയോ ഇല്ലെങ്കിൽ മുസ്ലിങ്ങൾ ബുർഖ ധരിക്കുന്നത് പോലെയോ ഇല്ലെങ്കിൽ സിഖുകാരുടെ ആ ഒരു തലപ്പാവ് പോലെ ആകാം. ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഉണ്ട്. അപ്പൊ അത് അവന്റെ പക്ഷെ ഇതൊന്നും അനുവദിക്കാൻ കാട്ടില്ല. കാരണം ഇത്തരം ബിംബങ്ങൾ ഈ രാജ്യത്തുണ്ടാകരുത്. ഈ ബിംബങ്ങൾ ഉണ്ടാകാതെ വരുമ്പോൾ സ്വാഭാവികമായി തന്നെ ഹിന്ദു എന്നൊരു ചിന്ത ജനങ്ങളുടെ ഇടയിൽ നിന്ന് മറഞ്ഞു പോകും എന്നൊരു അപക്വമായ രീതിയാണത്. അത് പഴയ കാലത്ത് പോലും അത് വിജയിച്ചിട്ടില്ല ഈ രാജ്യത്ത്. അപ്പോൾ ഈ ആധുനിക കാലത്ത് എങ്ങനെ വിജയിക്കുമെന്നുള്ള കാര്യം ഇവർ ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ FCRAയുടെ ഫണ്ട് എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങൾക്ക് കൂടിയാണ് ഇത് വരുന്നത്. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക്, മതത്തിനെ തകർക്കുന്നതിന്റെ പ്രവർത്തനങ്ങൾക്ക്, ഇതിനൊക്കെ ആയിട്ടാണ് FCRA വരുന്നത്. ഇതിൽ നല്ല രീതിയിൽ നടക്കുന്ന, അവർക്കാർക്കും പ്രശ്നവുമില്ല, നല്ല രീതിയിൽ ഫണ്ട് വരുന്നവരുണ്ട്. ചാരിറ്റി പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന, വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഗുണം ചെയ്യുന്ന നല്ലവരുണ്ട്. അവർക്ക് വെപ്രാളമില്ല, അവർക്ക് ടെൻഷനില്ല, അവർ കൃത്യമായി കണക്കും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നു. അപ്പൊ ഇതൊരു അച്ചുതണ്ടാണ്. നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഈ മതപരിവർത്തന ലോബി ഇല്ലെങ്കിൽ ഈ തീവ്ര ഇസ്ലാമിസ്റ്റ് ലോബി ഇല്ലെങ്കിൽ നക്സൽ എന്ന് പറയുമ്പോൾ മൂന്നായിട്ടാണ് നമ്മൾ കാണുന്നത്. മൂന്നായിട്ടല്ല. ഇത് ന്യൂസ് ഇന്ത്യ മലയാളം 2 വർഷം മുമ്പേ ചെയ്തിരുന്ന കാര്യമാണ്. ശ്രീമാൻ അമിത്ഷാ നക്സൽ ഈ ഓപ്പറേഷൻ തുടങ്ങിയ സമയമുണ്ടായിരുന്നു. ആ തുടങ്ങിയ സമയത്ത് തന്നെ ഈ ഒരു ആക്സസ് നമ്മൾ കണ്ടെത്തിയതാണ്. ഈ ഛത്തീസ്ഗഡിൽ നിന്നും മറ്റുമൊക്കെ നക്സലുകൾ അവിടുന്ന് പലായനം ചെയ്തിരുന്നു. ഇത് കൂടി അവരെവിടെയാണ് പോയി പിന്നീട് അവരെ എവിടെ കണ്ടെത്തിയെന്നറിയാവോ? ജമ്മു കാശ്മീരിലെ ഭീകരരോടൊപ്പമായിരുന്നു അവർ പ്രവർത്തിച്ചിരുന്നത്. അതായത് ഒരു ആക്സസ് ആണ്, ഇത് ഒരു അലയൻസ് ആണ്. ഈ 3 കൂട്ടരും ഒന്നിച്ചാണ് ഈ ഫണ്ടുകൾ ഷെയർ ചെയ്യുന്നതും ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നത്. അതാണ് ഈ 0.5 എന്ന് പറയുന്ന ശത്രുക്കൾ എന്ന് പറയുന്ന വിഭാഗം. ഈ ടീമുകളാണ്. ഈ ടീമുകൾക്ക് കുഴലൂതാൻ വേണ്ടി മാധ്യമങ്ങളുണ്ട്. ഈ ടീമുകൾക്ക് വേണ്ടി എഴുതാൻ ഫേസ്ബുക്കിൽ സോഷ്യൽ മീഡിയയിൽ എഴുതാൻ ആക്ടിവിസ്റ്റുകളുണ്ട്. നമ്മൾ കണ്ടില്ല, ഈ വിഷയം ഉണ്ടാകുമ്പോഴത്തേനും പ്രത്യേകിച്ച് ഹിന്ദു പേരുകളിൽ വന്ന് കുറെ പ്രൊഫൈലുകളിൽ വന്നിട്ട് ഇതിനെ മെഴുകി ന്യായീകരിക്കുന്നവരുണ്ട്. അതായത് ഒരു ടീമിനെ അവരെപ്പോഴും തയ്യാറാക്കി നിർത്തും ഇതിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ടും ഇതിനെ വെള്ളപൂശുന്നതിന് വേണ്ടിയിട്ടും. ഇത് മുൻകാലങ്ങളിൽ അവർ ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ പല സാംസ്കാരിക നായകന്മാരെയും ഇല്ലെങ്കിൽ അങ്ങനെ സെലിബ്രിറ്റികളെയും മറ്റും ഇവർ വിലക്കെടുക്കുക, ഗൾഫിലും മറ്റും രാജ്യങ്ങളിൽ കൊണ്ടുപോവുക, അവർക്ക് പണം നൽകുക, അവരെ ചില വേദികളിൽ കൊണ്ടുപോവുക, ഇതൊക്കെ നൽകിക്കൊണ്ട് അവരെ വിലക്കെടുത്താനും ചെയ്തിരുന്നത്. അതായത് നമ്മുടെ സാംസ്കാരിക നായകർ പ്രതികരിക്കുന്നു എന്നൊക്കെ പറയുമായിരുന്നല്ലോ പണ്ട്. ഇപ്പൊ സാംസ്കാരിക നായകർക്കൊന്നും വിലയില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. അതുകൊണ്ടാണ് അവർ മിണ്ടാതിരിക്കുന്നത്. സാംസ്കാരിക നായകർ പ്രതികരിച്ചു ഇല്ലെങ്കിൽ അവർ പ്രതികരിച്ചു, ഇപ്പൊ അത് പറയാറില്ല. പകരം ഇത്തരത്തിലുള്ള ആക്ടിവിസ്റ്റുകളെ കൊണ്ട്, അതുകൊണ്ടാണ് പെട്ടെന്ന് വരുന്ന ചില പാട്ടുകാരെയും ചില നടീനടന്മാരും ഒക്കെ പെട്ടെന്ന് അവർ പണക്കാരാകുന്ന, അവരെ സോഷ്യൽ മീഡിയ നിറച്ചു നിർത്തുന്നതിന് പിന്നിലും ഇത്തരത്തിൽ ഫണ്ട് ചെയ്യപ്പെടുന്ന സംഘടനകൾ തന്നെയാണ്. കാരണം നമ്മൾ തന്നെ അതിശയിച്ചു പോകും, യാതൊരു കഴിവില്ല, ഇവരെങ്ങനെയാണ് ഇത്ര പോപ്പുലർ ആകുന്നത്? ഇവർ പോപ്പുലർ ആക്കി കൊടുക്കുകയാണ്. ഈ അടുത്ത് തന്നെ ഒരു ഗായകനെ വലിയ രീതിയിൽ പൊക്കിക്കൊണ്ട് വന്നിരുന്നു, പക്ഷെ ഇപ്പൊ അതില്ല, തീർന്നു കഴിഞ്ഞു. കാരണം അതിന്റെ റൂട്ട് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞപ്പോൾ അത് നിന്നു. അപ്പൊ ഇങ്ങനെ കൊണ്ടുവരിക, ഇവരുടെയൊക്കെ വിദേശ യാത്രകൾ 1 മാസത്തിൽ 2-3 തവണയൊക്കെയാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ സന്ദർശിക്കുന്നത്. ഇവിടെയാണ് ഈ പണത്തിന്റെ ഇടപാടുകൾ നടക്കുന്നത്. ഇങ്ങനെയാണ് ഈ സാധനം വരുന്നത്. ഇപ്പൊ ലെൻസ്കാർട്ടും അത്രയും, അതായത് ഇത് ആരും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് സ്ട്രോങ് ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാം, ശ്രദ്ധിച്ചെങ്കിൽ ഇതുപോലെ മാപ്പ് പറഞ്ഞു മെഴുകി രക്ഷപ്പെടാം. ഈ മന്തിയുടെ കേസ് 9 ഇടങ്ങളിൽ നിന്നാണ് ഇപ്പൊ പുറത്തു വരുന്നത്. ഈ മന്തിയുടെ പോസ്റ്റർ വന്നു 9 ഇടങ്ങൾ. അബദ്ധം ഒരു തവണയല്ലേ ഒരാൾക്ക് പറ്റൂ, 9 ഒരേപോലെ വരില്ലല്ലോ. ഇതിന് സ്വയമായിട്ട് കർണാടകത്തിലും ഇത്തരത്തിൽ അവരുടെ ഒരു ആഘോഷവുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. അപ്പൊ ഇതൊരു ടെസ്റ്റ് ഡോസ് ആണ് കേരളത്തിലടക്കം നടത്തുന്നത്. പക്ഷെ ടെസ്റ്റ് ഡോസിന് ഇപ്പോൾ അധികം ആയുസില്ല. ഞാൻ അതാണ് മുമ്പ് ഈ ചാലക്കമ്പോളം കത്തിയ കഥ പറഞ്ഞതാണ്. 80കളിൽ അത് അംഗീകരിച്ച് കൊടുത്തിട്ടില്ല ഇവിടുത്തെ ഹൈന്ദവ സമൂഹം. അന്ന് ഇത്തരം ശക്തിയൊന്നും ഇല്ലായിരുന്നു, പ്രതികരിക്കാനുള്ള പ്ലാറ്റ്ഫോമുകൾ കുറവായിരുന്നു, പത്രങ്ങൾ മാത്രമുണ്ടായിരുന്ന കാലഘട്ടത്തിൽ അംഗീകരിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ കാലഘട്ടത്തിൽ എങ്ങനെ അത് അംഗീകരിക്കും? ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കച്ചവട സ്ഥാപനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഇവിടെ ബഹുഭൂരിപക്ഷം ഹൈന്ദവരുടെ പൈസ തന്നെയാണ് ഈ സ്ഥാപനങ്ങളെല്ലാം പോകുന്നത്. ആ പൈസ തന്നെയാണ് അവർക്കെതിരെ ഉപയോഗപ്പെടുത്തുന്ന ഒരു ചിന്ത അവർക്കിടയിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് വളരെ വലുതായിരിക്കും. ഇവിടെ ഒന്ന് ആലോചിക്കേണ്ടത്,
നമുക്ക് ഒരു സ്ഥാപനവും വിട്ട് മുമ്പോട്ട് ഇതിനകത്ത് രണ്ട് രീതിയുണ്ട് ധനുഷ്. ഒന്ന്, പ്രത്യക്ഷത്തിൽ മതം പറയുന്നവരുണ്ട്, അവരെ നമുക്ക് വിടാം, കാരണം അവരുടെ ഡ്യൂട്ടി അതാണ്. മതം പറയുക എന്നുള്ളത് ആത്മീയ ആചാര്യന്മാരായാലും മതപ്രഭാഷകന്മാരായാലും മുല്ലമാരായാലും ഉസ്താദന്മാരായാലും, കാരണം അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ് അവരത് ചെയ്യുന്നത്, അത് വേറെ. പക്ഷെ ഈ ഒളിഞ്ഞിരുന്നു കൊണ്ട് ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്, വലിയ മാന്യമായ വേഷം ധരിച്ചു വന്നിട്ട് മെഴുകുന്നവരുണ്ട്, അവരുടെ മതം കുത്തിത്തിരികുന്നവരുണ്ട്. അങ്ങനെയുള്ളവരാണ് നമ്മൾ ഈ പറയുന്ന .5 ഉൾപ്പെടുന്നത്. മറ്റൊരു പ്രത്യക്ഷത്തിൽ നിൽക്കുന്നവരാണ്. ഇപ്പൊ ഒരു BJP കാരനെ, ഒരു RSS കാരനാണ്, അവൻ പ്രത്യക്ഷത്തിലുള്ള RSS കാരനാണ്, അവനെ പ്രത്യേകിച്ചൊന്നും പറയണ്ട, അവന്റെ നിലപാടും അവന്റെ ചിന്താഗതിയും എല്ലാം ആ ഒരു സംഘടനയുമായി ബന്ധപ്പെട്ടാണ്. പക്ഷെ ഒളിഞ്ഞിരുന്നു കൊണ്ട് ഇത് കണക്ക് പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. അത്തരത്തിൽ പെടുന്നവരാണ് ഇത്. ഇപ്പൊ ഈ ലെൻസ്കാർട്ട് ഒരു ഉദാഹരണം മാത്രമാണ്. ഇത് ഇവിടം കൊണ്ട് അവസാനിക്കില്ല, ഇത് ഒരുപാട് ഇടങ്ങളിലേക്ക് വരും. കാരണം ഇതിന്റെയും HR മാനേജറാണ് ഈ സർക്കുലർ ഇറക്കിയെന്നാണ് പറയുന്നത്. TCCയിലും HR, അവിടുത്തെ അതിന്റെ ഹെഡായിരുന്നു ഈ ആളുകളെ എടുക്കുന്നതിന്റെയും ഒക്കെ. ഈ രണ്ട് ഹെഡുകളെയും പിടികൂടേണ്ടതാണ്, അന്വേഷണ വിധേയമാക്കേണ്ടതാണ്, ചോദ്യം ചെയ്യേണ്ടതാണ്, എങ്ങനെ ഇത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കേണ്ടതാണ്. അതായത് ടാറ്റ എന്ന് പറയുമ്പോഴത്തേനും പലർക്കും ധാരണ അത് ഭയങ്കര ദേശസ്നേഹം ഉള്ളതായിരുന്നു എങ്കിൽ പോലും പലപ്പോഴും അതിന്റെ ഇപ്പോഴത്തെ സമീപകാല പ്രവർത്തനങ്ങളിൽ പലയിടത്തും ചില പുഴുക്കുത്തുകൾ കടന്നു കൂടിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇതൊക്കെ അന്വേഷണ വിധേയമാക്കേണ്ട കാര്യം തന്നെയാണ്. ഇതിൽ ലെൻസ്കാർട്ടിൽ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. അതായത് നമ്മളിത് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഈ ലെൻസ്കാർട്ട് എപ്പോഴും ഹിന്ദുക്കളുടേതാണ്, ഇതിൻ്റെ ഓണേഴ്സ് എന്ന് പറയുന്നത് അവരാണ് ഇവനാണെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അതൊക്കെ സത്യം തന്നെയാണ്. അവരുടെ ഓണേഴ്സ്, ഇത് ഈ കീ ഫൗണ്ടേഴ്സ് എന്ന് പറഞ്ഞാൽ പീയൂഷ് ബൻസാലാണ് ലെൻസ്കാർട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അമിത് ചൗധരിയാണ് കോ ഫൗണ്ടർ ആൻഡ് CEO. സുമിത് കപാലിയാണ് ഇതിൻ്റെ വേറൊരു ഹെഡ് ഓഫ് ഓപ്പറേഷൻ. സ്നേഹ ബൻസാലാണ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ. ഇത്രയും ആൾക്കാരാണ്. അപ്പം ഞാനിതിൻ്റെ അത് മാത്രം നമ്മൾ നോക്കിയാൽ പോരാ. ഫൗണ്ടഡ് ഇൻ 2010 ബൈ പീയൂഷ് ബൻസാൽ, അമിത് ചൗധരി എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. പ്രൈമറിലി ഓൺഡ് ബൈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. അതായത് 84.9% അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. സോഫ്റ്റ് ബാങ്ക്, ടമാസെക്, കെദാറ ക്യാപിറ്റൽ, ഇവരാണ് മേജർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഒരു ഇതൊക്കെ എടുത്തു, ഈ സോഫ്റ്റ് ബാങ്ക് ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ ഇവരൊന്നും ഇന്ത്യൻസ് അല്ല. മെയിനായിട്ട് സോഫ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് ഒരു ബാങ്കാണ് ഇവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ബാങ്ക്. രണ്ടാമത് ആൽഫ വേവ് ഗ്ലോബൽ എന്ന് പറയുന്ന, ആൽഫ വേവ് വെഞ്ചേഴ്സ് എന്ന് പറയുന്ന ഒരു കമ്പനി ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരാണ് 84% ഇൻവെസ്റ്റേഴ്സ്. അത് മിയാമി, ന്യൂയോർക്ക്, ലണ്ടൻ, മൊണാക്കോ, മാഡ്രിഡ്, അബുദാബി എന്നിങ്ങനെയുള്ള പല രാജ്യങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന വലിയ രീതിയിലുള്ള ഒരു നെറ്റ്വർക്കാണ് ഈ ആൽഫ വേവ് ഗ്ലോബൽ എന്ന് പറയുന്നത്. പിന്നെ പ്ലാറ്റിനം ജാസ്മിൻ primarily refers to the Platinum Jasmine A 2018 trust invested entity owned by the Abu Dhabi Investment Authority ADIA. അബുദാബി ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി ആണ് ഈ പ്ലാറ്റിനം ജാസ്മിൻ എന്ന് പറയുന്ന കമ്പനിയുടെ ഓണർഷിപ്പ് ഏറ്റെടുത്തിരിക്കുന്നത്. പിന്നെ കെദാറ ക്യാപിറ്റൽ എന്ന് പറയുന്ന വേറൊരു കമ്പനി ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കമ്പനിയെ കുറിച്ച് പ്രധാനമായിട്ടും നോക്കുമ്പോൾ ലെൻസ്കാർട്ട് പ്രഥമ ദൃഷ്ടിയ എവരുടേതാണെന്ന് തോന്നുമെങ്കിലും ഇതിനകത്തുള്ള ഇൻവെസ്റ്റേഴ്സിന്റെ ഒരു താല്പര്യം കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാനിപ്പോൾ പറയേണ്ട ആവശ്യമില്ല, കേന്ദ്ര സർക്കാർ ആദ്യം എടുത്ത് നോക്കുന്നതിൽ ഇൻവെസ്റ്റേഴ്സ് ആരാണെന്നുള്ളതായിരിക്കും. കാരണം ഇനി അവർക്ക് ഇതുവഴി മാത്രമാണ് കാശ് വരാനുള്ള സാധ്യത എന്ന് പറയുന്നത്. കാരണം ഞാനിവിടെ ഒരു കമ്പനി തുടങ്ങി, ഒരു 100% എൻ്റെതല്ല അത് എനിക്കതിൽ 5% മാത്രമേ എനിക്കതിൽ ഓണർഷിപ്പ് ഉള്ളൂ. ബാക്കി 95% വിദേശത്താണ് ഓണർഷിപ്പ് എങ്കിൽ അതിനകത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് കാശ് വരും ഉറപ്പായിട്ടും. അപ്പം അങ്ങനെ കാശ് വരുന്ന ഒരു സാഹചര്യം എല്ലാം FCRA ഇനി പരിശോധിക്കുമെന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു സെറ്റപ്പ് ഇല്ല അതിനകത്ത്. അത് തന്നെയാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞിട്ടുണ്ട്. ഇത്തരം കമ്പനികൾക്ക് വലിയ രീതിയിൽ ഫണ്ട് എത്തുന്നുണ്ട് ഇത്തരം കുത്സിത പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോഴത് ക്ലിയർ ആയില്ലേ? ധനുഷ്, ആ വായിച്ച കമ്പനികൾ കൂടെ അത് ക്ലിയർ ആയില്ല. കാരണം അവർക്ക് ചാനലുണ്ട്, അത് കൃത്യമായി എത്താനുള്ള റൂട്ട് ഉണ്ട് അവർക്ക്. ആ റൂട്ടാണ് ഇപ്പൊ നമ്മൾ പറയുന്നത്. ഈ FCRA വരുമ്പോൾ തീർച്ചയായിട്ടും പിടിവീഴും. ഇതിനകത്ത് പിടിവീഴുമെന്ന് മാത്രമല്ല, ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്ത കമ്പനിക്ക് ഭരണഘടനാ വിരുദ്ധമായിട്ട് ഒരാളുടെ, ഒന്നുകിൽ നമ്മുടെ കമ്പനി, ഇപ്പൊ ഞാനൊരു കമ്പനി നടത്തുന്നു, ഒരു കട നടത്തുന്നെങ്കിൽ എന്റെ കടയിലെ സ്റ്റാഫുകൾക്ക് ഒരു യൂണിഫോം കൊടുക്കുക. ഒന്നുകിൽ സാരി ഉടുത്തുകൊണ്ട് വരിക, ഇല്ലെങ്കിൽ പുരുഷന്മാർ പാന്റും സൂട്ട് ഇട്ടുകൊണ്ട് വരിക. അതെന്റെ യൂണിഫോം, എന്റെ ആ കമ്പനിയുടെ പൊതുവേ ഉള്ളത്. അത് ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും എനിക്ക് കൊടുക്കാം. അത് കമ്പനിയുടെ ബൈലോയിൽ നമുക്ക് എഴുതി ചേർക്കാം. ഇതിൽ കമ്പനിയുടെ റൂൾസ് ആണെന്ന് പറയാൻ കഴിയും. പക്ഷേ ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്തൊരു കമ്പനിക്ക് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ട് കുറച്ച് ആളുകൾ മതപരമായി ചെയ്തോളൂ, കുറച്ചുപേർ അത് ചെയ്യേണ്ട, അത് തടയാൻ കഴിയില്ല. കാരണം ഇന്ത്യൻ ഭരണഘടനയുണ്ടല്ലോ, ആ നിയമത്തിന് കീഴിലാണ് കടകളൊക്കെ രജിസ്റ്റർ ചെയ്യേണ്ടത്. അതാണ് ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടി. അപ്പൊ അതും അന്വേഷണ വിധേയമാക്കേണ്ടത്. ധനുഷ് പറഞ്ഞത് വളരെ, അല്ല ഞാനിതാണ് നേരത്തെ മുതൽ പറഞ്ഞു വരുന്നത്. ഇത്തരം കമ്പനികൾക്കൊക്കെ ഈ ഇതുണ്ട്, ഇൻവെസ്റ്റേഴ്സ് ഒരുപാട് പേരുണ്ട്. ആ ഇൻവെസ്റ്റേഴ്സ് ആണ് എല്ലാവരും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ദീപിക പത്രം പോലെയാണിത്. പൊളിച്ച് അകത്തേക്ക് വരുമ്പോഴത്തേനും പല പേരുകളുടെയും സുഡാപ്പികളുടെ പേരുകളായിട്ട് നമുക്ക് മനസ്സിലാവും. പുറമേ നോക്കുമ്പോൾ കാത്തലിക്സിന്റെ ഒരു പത്രമായിട്ട് അവർ തന്നെ പറയുന്നത് സഭയുടെ പത്രം എന്നൊക്കെയാണ്. പക്ഷെ അതിന്റെ ഓണേഴ്സിന്റെയും ഇൻവെസ്റ്റേഴ്സിന്റെ ഒക്കെ പേര് നമ്മൾ നോക്കുമ്പോഴാണ് അത് മറ്റ് തരത്തിലേക്കൊക്കെ പോകുന്നത്. എല്ലാം അങ്ങനെ തന്നെയാണ്. അതന്നെയാണ് TCS സംഭവിച്ചിരിക്കുന്നത്. അതിന് ബാക്കി അന്വേഷണം നടന്നു വരികയാണ്. ബാക്കി വരുന്ന മുറയ്ക്ക് ഇതിപ്പോ ഒരു വലിയ ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ്. ഇത് ചെറിയൊരു സംഭവമല്ല. ധനുഷ് പറഞ്ഞത് കറക്റ്റാണ്. ഇത് വെറുതെ ഒരു ബിന്ദിയുടേതോ ഇല്ല ഒരു മന്തിയുടേതോ ആയിട്ട് കഥയല്ല ഇത്.
ഇത് രാജ്യം തകർക്കാൻ വേണ്ടി രാജ്യത്തെ ചില സ്ഥാപനങ്ങൾ വിദേശ ഫണ്ട് പറ്റി ചെയ്യുന്ന വലിയ ഗൂഢാലോചന. അതാണ് ഈ പോയിന്റിലെ പ്രധാന പോയിന്റ്. എന്തായാലും നിന്റെ ഒന്നും ഒരു കളി ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. താങ്ക് യു വിജയേട്ടാ.